കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ BA ഡിഗ്രി വിദ്യാർത്ഥികൾ ആദ്യത്തെ 4 സെമസ്റ്ററുകളിലായി 2 കോംപ്ലിമെൻ്ററി പേപ്പറുകളാണ് പഠിക്കുക. ആദ്യ സെമസ്റ്ററിൽ ഒരു കോംപ്ലിമെൻ്ററി പേപ്പർ എടുക്കുകയും രണ്ടാം സെമ്മിൽ മറ്റൊരു കോംപ്ലിമെൻ്ററി പേപ്പർ എടുക്കുന്നു. ആദ്യ സെമ്മിൽ എടുക്കുന്ന കോംപ്ലിമെൻ്ററി പേപ്പറിൻ്റെ ബാക്കി രണ്ടാമത്തെ പേപ്പർ പഠിക്കുന്നത് 4ാമത്തെ സെമ്മിലായിരിക്കും. രണ്ടാം സെമ്മിൽ എടുക്കുന്ന കോംപ്ലിമെൻ്ററി പേപ്പറിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നത് 3ാം സെമസ്റ്ററിലായിരിക്കും. ഉദാഹരണത്തിന് BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥി ആദ്യ സെമ്മിൽ പൊളിറ്റിക്കൽ സയൻസ് കോംപ്ലിമെൻ്ററി പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പഠിക്കുന്നത് പിന്നെ 4ാമത്തെ സെമ്മിലായിരിക്കും. ഇതേ എക്കണോമിക്സ് വിദ്യാർത്ഥി രണ്ടാം സെമ്മിൽ ഹിസ്റ്ററിയുടെ കോംപ്ലിമെൻ്ററി പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നത് 3ാം സെമ്മിലായിരിക്കും. ഇങ്ങനെയാണ് കോംപ്ലിമെൻ്ററി പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഈ വീഡിയോ വഴി പഠിക്കാൻ ശ്രമിക്കുന്നത് പൊളിറ്റിക്സിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറാണ്. BA ഹിസ്റ്ററി, BA എക്കണോമിക്സ്, BA സോഷ്യോളജി, BA ഫിലോസഫി, BA ഇംഗ്ലീഷ് തുടങ്ങിയ വിദ്യാർത്ഥികൾ കോംപ്ലിമെൻ്ററി പേപ്പറായി പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ അതിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാനിരിക്കുന്നത്. ആദ്യ സെമ്മിലാണ് നിങ്ങൾ കോംപ്ലിമെൻ്ററി പൊളിറ്റിക്സ് എടുക്കുന്നതെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ്, ബേസിക് ഫീച്ചേഴ്സ് ആൻഡ് ഗവൺമെൻ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന പേപ്പറാണുള്ളത്. ഇത് നിങ്ങൾ ആദ്യ സെമ്മിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടാം സെമ്മിൽ എടുക്കുകയാണെങ്കിൽ, ആദ്യ സെമ്മിൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി 4ാം സെമ്മിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ്, ഫെഡറലിസം, ഡീസെൻട്രലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഡൈനാമിക് എന്ന് പറയുന്ന അതിൻ്റെ ബാക്കി രണ്ടാം ഭാഗം 4ാം സെമ്മിൽ പഠിക്കും. ഇനി നിങ്ങൾ ഇത് രണ്ടാമത്തെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 3ാമത്തെ സെമ്മിലാണ് ഇതിൻ്റെ ബാക്കി ഈ ഫെഡറലിസം, ഡീസെൻട്രലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഏത് സെമസ്റ്ററിലാണ്, ആദ്യത്തെ സെമസ്റ്ററിലാണ് പൊളിറ്റിക്സിനെ കോംപ്ലിമെൻ്ററി ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ 4ാം സെമസ്റ്ററിലാണ് രണ്ടാമത്തെ ഭാഗം പഠിക്കുക. നിങ്ങൾ രണ്ടാമത്തെ സെമസ്റ്ററിലാണ് പൊളിറ്റിക്സിൻ്റെ കോംപ്ലിമെൻ്ററി ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബാക്കി ഭാഗം 3ാമത്തെ സെമ്മിലാണ് പഠിക്കുക. നമ്മൾ ഈ വീഡിയോ വഴി നമ്മൾ പരിശോധിക്കുന്നത് BA ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, ഫിലോസഫി, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങൾ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊളിറ്റിക്സിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറിൻ്റെ 2 ഭാഗവുമാണ് നമ്മൾ ഇവിടെ പഠിക്കാനിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിലെയും ഓരോ ഭാഗങ്ങൾ ഓരോ വീഡിയോകളാക്കി വളരെ വിശദമായി, വളരെ സിമ്പിളായി നമ്മൾ പരിശോധിക്കാനിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ ഭാഗത്തിൻ്റെ പേര്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ്, ബേസിക് ഫീച്ചേഴ്സ് ആൻഡ് ഗവൺമെൻ്റൽ സ്ട്രക്ചേഴ്സ്. ഇതിൻ്റെ സിലബസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 5 മൊഡ്യൂളുകളാണ് ആദ്യത്തെ ഭാഗത്തുള്ളത്. ആദ്യത്തെ ഭാഗത്ത് 5 മൊഡ്യൂളുകളാണുള്ളത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ്, ഫെഡറലിസം, ഡീസെൻട്രലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഡൈനാമിക്സ്. ഇതാണ് രണ്ടാമത്തെ ഭാഗം. ഇത് അടുത്ത സെമസ്റ്ററിൽ പഠിക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ്. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇതും 5 മൊഡ്യൂളുള്ള സിലബസുകളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ BA വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കോംപ്ലിമെൻ്ററി പൊളിറ്റിക്കൽ സയൻസിൻ്റെ 4 സെമസ്റ്ററുകളിലായി 2 കോംപ്ലിമെൻ്ററി പേപ്പറിലെ ഒരു കോംപ്ലിമെൻ്ററി ആയ പൊളിറ്റിക്സിൻ്റെ പാഠഭാഗങ്ങൾ. ഇതിലെ ഓരോ ഭാഗമായിട്ടാണ് ഓരോ വീഡിയോ വഴി നമ്മൾ പരിശോധിക്കുന്നത്.